കേരളത്തിലെ ജനങ്ങൾ ഈ പല പല ചിത്രങ്ങളിലൂടെയും പല പല CCTV ദൃശ്യങ്ങളിലൂടെയും എല്ലാം പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളിലൂടെ എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിനെയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് PP ദിവ്യയുടെ ഈ മെഴുകൽ. ഇനി ഈ ഹിമാചൽ പ്രദേശിലെ ഈ രാഷ്ട്രീയക്കാരെ കുറിച്ചൊന്ന് പറയൂ. അല്ല, ഇപ്പൊ ഈ PP ദിവ്യ ഈ പോസ്റ്റ് ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അത് ഈ വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ് മുഖ്യമന്ത്രിയുടെ കാലത്ത് തൊട്ട് വരുന്നപ്പോൾ വിക്രമാദിത്യ സിംഗിനെ കോൺഗ്രസ് നേതാവാണല്ലോ അദ്ദേഹം, കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശിലെ മന്ത്രിയാണ്. അദ്ദേഹത്തെ അങ്ങ് പുകഴ്ത്താനോ ഒന്നുമല്ല, അതിനകത്തൊരു സെനറ്റ്സ് കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കാത്ത ഒരു ചടങ്ങാണിത് എന്നാണ്. കാരണം ഈ സംഭവം നടക്കുന്നത് ഒരു അർബൻ കോൺക്ലേവ്, കേരള അർബൻ കോൺക്ലേവ്, അതായത് കേരളത്തിന്റെ സമഗ്ര നഗര നയം രൂപവത്കരിക്കുന്ന ലക്ഷ്യത്തോടുകൂടി കൊച്ചിയിൽ നടത്തുന്ന ഒരു കോൺക്ലേവ് ആണത്. ആ കോൺക്ലേവില് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിലേക്കാണ് രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ നഗരവികസന മന്ത്രിയായിട്ടുള്ള ഈ വിക്രമാദിത്യ സിംഗ് വന്നത്. അദ്ദേഹം വന്ന് സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ 80 വയസ്സുള്ള ഒരു നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ കാൽ തൊട്ട് വണങ്ങി. അത് സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസ്സുകാരുടെ ഒരു സംസ്കാരം അതാണല്ലോ, അത്തരത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നൊരു സംസ്കാരമുണ്ട്. അങ്ങനെ ചെയ്തതാണ്. അത് ഏതെങ്കിലും തരത്തിൽ പറയുന്ന പോലെ ഈ വീരഭദ്ര സിംഗിന്റെ മകനെ പുകഴ്ത്താനോ വേണ്ടി ഒന്നുമല്ല. അത് ഈ പറയുന്ന VD സതീശനെ ഒന്ന് അടിക്കാനുള്ള വടിയായിട്ട് അത് ഉപയോഗിച്ചതാണ്. അടിക്കുക എന്നതിലുപരി കണ്ടോ, ഈ രാജ്യത്തുള്ള എല്ലാവരും നിങ്ങൾ പിണറായി വിജയനെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നു, നിങ്ങൾക്ക് വിലയൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ മറ്റൊരു സംസ്ഥാനത്തെ മന്ത്രി കണ്ടില്ലേ, വന്ന് കാല് പിടിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയാൻ വേണ്ടി ആ ബഹുമാനം കാണിക്കുന്നതാണ്.